പക്ഷേ എല്ലാം കടത്തിക്കുത്തുന്നത് വരുന്നില്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് മൈനസ് വരും. നിങ്ങൾ നെഗറ്റീവ് മാർക്ക് കേട്ടിട്ടുണ്ടാവും, മൈനസ് മാർക്ക് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ആൻസർ ചെയ്യുക. അങ്ങനെയാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകേണ്ടത്. ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ റൂളല്ല. നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നത് ഒരു മെയിൻ പോയിന്റ് ആണ്. നമ്മൾ എൻട്രൻസ് ലെവലൊക്കെ മക്കളെ പഠിപ്പിക്കുമ്പോൾ കാരണം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലോ നിങ്ങൾ എഴുതരുത്. അതാണ് ഏറ്റവും റൂൾ നമ്പർ 1. അറിയുന്നത് മാത്രം എഴുതാമെന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു ട്യൂഷൻ ടീച്ചർ എടുത്ത് വിടുന്ന ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. അപ്പം 3 മക്കളിൽ എപ്പോഴും വീട്ടുകാർക്കൊരു ഡൗട്ടും എന്തായി തീരുന്നു കൺഫ്യൂഷനൊക്കെ ഉള്ളത് ഞാനായിരുന്നു. എന്നാലും നമ്മുടെ കുടുംബത്തിന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നുന്ന ചില മൊമെന്റ്. ഒരിക്കതുപോലെ അപ്പച്ചൻ ആശുപത്രി പോയേക്കാം. അപ്പൻ ആശുപത്രി പോയി ഡോക്ടറെ കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഒരു വിളി വരണം ആശുപത്രിയിൽ നിന്ന്. ജോസഫേ, ജോസാറിൻ്റെ മോനാണോ? അതെ. മോനെ വീട്ടിൽ വണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞു വണ്ടി ഉണ്ട്, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്ന് പെട്ടെന്ന് വരാമോ? അമ്മേൻ്റെയും അമ്മയും കൂട്ടിക്കോന്നോ. അപ്പം അമ്മയ്ക്ക് നീണ്ട മുടിയാണ്. അമ്മ എണ്ണ തേച്ച് കുളിക്കാൻ നിൽക്കുക. അമ്മ അത് പെട്ടെന്ന് തട്ടി മാറ്റി കെട്ടി അമ്മ ഓടി വണ്ടി. എന്താണ് കാര്യം? അമ്മ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചിലപ്പോൾ അപ്പനോട് കൂളായിട്ടിരിക്കുന്നു. ഈ ഡോക്ടർ എന്നോട് പറയുന്നു, ജോസഫ് ലിസൺ കെയർഫുള്ളി. അപ്പച്ചൻ്റെ ECG എടുത്തപ്പോൾ അപ്പൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റും, ഒരു തിൻ ലൈനാണ് ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ആംബുലൻസ് ഇല്ല. എന്നോട് ക്ഷമിക്കണം, തൊട്ടപ്പുറത്ത് മൂക്കുന്നൂർ ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ്ലി എത്തിക്കണം. ഇവിടെ നിന്ന് 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ജോസഫിന് വണ്ടി ഓടിച്ച് അപ്പച്ചനെ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ വേറെ ഒന്നും നിവൃത്തിയില്ലോ. ഞാൻ അപ്പച്ചനോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനും ചോദിക്കുകയാണെങ്കിൽ ചുമ്മാ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പനോട് അപ്പോൾ ബാ എന്തിയേ അല്ല നമുക്ക് നല്ലൊരു ഡോക്ടർ അപ്പുറത്തുണ്ട്. ഈ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, അല്ല പുള്ളി തന്നെയാണ് പറഞ്ഞത് അങ്ങോട്ട് പോകാൻ. ഇതിനിപ്പോൾ പോണേ. അപ്പോൾ വാഹാ ഇത് ഇത്ര ചോദിക്കണം എന്തിനാണ്? വണ്ടി കയറി. അപ്പം അമ്മ ഇവളെന്തിനും ഇങ്ങോട്ട് പോകാൻ ഇപ്പോൾ? അമ്മ വെറുതെ ഒന്നാണ് പോരട്ടെ. എന്തായാലും ഞാൻ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ വണ്ടി ഓടിക്കും, വളരെ സ്ലോവിലാണ് ഞാൻ ഓടിക്കുന്നത്. ഈ ഹമ്പൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇറക്കി കൊണ്ടുപോകണരുത്. അപ്പനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു ഇല്ലപ്പാ, ഞാൻ സ്ലോവിൽ എടുത്തുന്നുള്ളൂ. അവിടെ ഓവർടേക്ക് ചെയ്ത് പോ, നീ എന്തൊട്ടി മെല്ലെ മെല്ലെ പോണേ. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ ആശുപത്രി ഇവിടെ എത്തുമ്പോൾ ഈ ഡോക്ടർ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ സ്ട്രെച്ചറുമായിട്ട് 4-5 പേര് കൂടെ നിൽക്കുന്നു. അപ്പനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പനോട് അപ്പ കയറി കിടക്കുമെന്ന് പറയുന്നു. അപ്പനെ കൊണ്ട് നേരെ പോകുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ അമ്മ എന്നെ മൂത്ത ചേട്ടന്മാർ 2 പേരും പുറത്താണ്. മൂത്തേട്ടൻ ആദർശനെ വിളിച്ച് പറയാണ്, ആർച്ച ടെൻഷൻ അടിക്കരുത്, അപ്പച്ചന് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. നമ്മളിങ്ങനെ മിഡിൽ എമർജൻസി വിഭാഗത്തിൽ അപ്പനെ കൊണ്ടേക്കാണ്. കുറേ നേരം കഴിയുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വേണ്ടി പറഞ്ഞു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് യുവർ ഫാദർ ഇസ് എ ലൈഫ്. അപ്പൻ ഈസ് ബാക്ക് ടു ലൈഫ്, ഡോണ്ട് വറി. ഇതെല്ലാം കഴിഞ്ഞ് അമ്മ എന്നോട് പറയുന്നതാണ്, നീ വീട്ടിൽ പോയിട്ട് അപ്പച്ചൻ്റെ 2 മുണ്ട്, ഷർട്ട്, ഫ്ലാസ്ക് ഉണ്ട്, നിനക്കത് എവിടെ ഇരിക്കണേന്നൊക്കെ അറിയോ? ഞാൻ പറഞ്ഞു അമ്മ എനിക്കറിയാം, ഞാൻ നോക്കി കണ്ടെത്തിക്കോളാം. നീ കഴിക്കാൻ എന്തിനും എടുത്തുകൊണ്ട് പോവാ, ഇത് ഇച്ചിരി പൈസ പിടിച്ചോ, എന്തിനും
ഇതുമായിട്ട് ചായ എന്തെങ്കിലും ഫ്ലാസ്കിൽ ഒഴിച്ചിട്ട് കൊണ്ടുവരണം, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ അറിയോ? അമ്മ ഞാൻ ചെയ്തോളാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ കാറിലേക്ക് പോണേരുത് എൻ്റെ അമ്മ എൻ്റെ രണ്ടാമത്തെ ചേട്ടനെ വിളിച്ച് പറയാണ്, അരുണെ നീ പേടിക്കരുത്, അപ്പച്ചനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മുടെ ജോസഫ് ഇവിടെ ഉണ്ടായതുകൊണ്ട് അപ്പ രക്ഷപ്പെട്ടു, നമ്മുടെ ജോസഫ് ഇവിടെ ഉണ്ടായതുകൊണ്ട് അപ്പ രക്ഷപ്പെട്ടു. ഞാൻ ആ മൊമെന്റിലാണ് അതുവരെ ഒന്നിനും കൊള്ളില്ലാത്തവൻ, എനിക്കൊരു കഴിവുമില്ല എന്ന് കരുതിയ ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ അപ്പനും അമ്മ ആദ്യമായിട്ട് ഹൃദയത്തിൽ തട്ടി പറഞ്ഞൊരു സെൻറ്റൻസ് ഞാൻ കേട്ടത് ഒരു ആശുപത്രി വരാന്തയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. എനിക്കിവിടെയുള്ള മാതാപിതാക്കളോട്, നിങ്ങൾ കുറച്ച് പേരുടെ കൈവക്കിയായിരുന്നു, എനിക്കിവിടെയുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്, എളുപ്പമല്ലെന്നറിയാം, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന്, നിങ്ങളുടെ മക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉള്ളിൽ കൊള്ളുന്നൊരു നന്മ കണ്ടാൽ അവരുടെ ഹൃദയത്തിൽ പതിയുന്ന കണക്ക് നിങ്ങൾക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ മോളെ നീ ഉള്ളതുകൊണ്ട്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു കോളേജ് അവിടെ പലവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നോക്കുമ്പോൾ മികച്ച ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് പാസ്സായിട്ടുള്ളത് ഒരു പെൺകുട്ടിയാണ്. സാറിന് ഈ ജിമ്മിൽ ട്രെയിനറായിട്ടിരിക്കുന്ന ആമ്പിള്ളേരാണ്. മികച്ച ഫിറ്റ്നസ് ട്രെയിനറിനുള്ള 1ാം സമ്മാനം കരസ്ഥമാക്കിയ പെൺകുട്ടി എന്ന് പറയുമ്പോൾ, പെൺകുട്ടി വരുമ്പോൾ അവൾ തട്ടമിട്ടിട്ടാണ് വരുന്നത്. തട്ടമിട്ട് ഒരു ജീൻസ്, ഒരു ടീഷർട്ട്, പ്രോപ്പർലി ഹെയർ ഇതെല്ലാം കവർ ചെയ്തൊരു പെൺകുട്ടി വരുന്നു. ഞാൻ ഞെട്ടി, ദൈവമേ, പൊതുവേ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ആ പെൺകുട്ടി കയറി വരുന്നു, അവൾ സ്റ്റേജിൽ കയറുന്നു, ആ പെൺകുട്ടി സംസാരിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്കറിയാലോ ഒരു പെൺകുട്ടിക്ക് ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവുക എന്ന് പറയുന്നത് എളുപ്പമല്ല, പ്രത്യേകിച്ച് ഞാൻ വരുന്ന മതത്തിൽ നിന്ന്. പെൺകുട്ടി പറഞ്ഞാണ്, എൻ്റെ കുടുംബക്കാരും എൻ്റെ ഉപ്പയും ഉമ്മയും എതിർത്തപ്പോഴും എന്നെ കൂടെ പിടിച്ച് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ നന്ദി പറയുന്നു. എന്നിട്ട് അവർ പറയുന്നത്, എനിക്ക് ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്, എൻ്റെ മകളാണ്. ഞാൻ ഈ ജിം ട്രെയിനിങ്ങിന് വേണ്ടി രാവിലെ പോകുമ്പോൾ എനിക്ക് കട്ടൻ ചായ തിളപ്പിച്ച് തരുന്നത്, ഞാൻ വൈകിട്ടൊരു റൂമെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നത് എൻ്റെ മോളാണ്. അപ്പം ഞാൻ കുറച്ച് പ്രായം ചെന്നൊരു കുട്ടിയെ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ അവൾ, ആ ലേഡി വേദിയിരുന്നിട്ട് ഞങ്ങളോടൊക്കെ ചോദിക്കണം, ഞാൻ എൻ്റെ മോള് എന്ന് വിളിച്ചോട്ടെ സ്റ്റേജിലേക്ക്, അവളില്ലാണ്ട് എനിക്ക് അവാർഡ് വാങ്ങിക്കണ്ട. ഞാൻ നോക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു പെൺകുച്ചി, ഒരു ചെറിയ പെൺകുട്ടി കയറി വരാണ്. അവളെ ചേർത്ത് നിർത്തിയിട്ട് ഉമ്മ പറയാണ്, എൻ്റെ മോളാണ്. ഞാൻ അതിരാവിലെ 5:30 6:30 എഴുന്നേറ്റ് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഞാൻ തിരിച്ചു വരുമ്പോൾ കുടിക്കാനുള്ള ചായ ഉണ്ടാക്കുന്നു. അവളുടെ റൂം ഒരിക്കൽ പോലും ഞാൻ ഈ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല, റൂമെല്ലാം ക്ലീൻ ചെയ്തിരുന്നത് എൻ്റെ മോളാണ്. ആ മകൾ അതൊരിക്കലും മറക്കില്ല, അപ്രീസിയേഷൻ. അപ്പം മാതാപിതാക്കളോട് പറയാനുള്ള ഒന്നുള്ളെങ്കിലും ഒലക്കൊണ്ടടിക്കുന്ന പരിപാടി പണ്ടത്തെയാണ്. കാരണം പുതിയ സ്റ്റഡീസ് പറയുന്നത് അത് ഈ ചൈൽഡ്ഹുഡിൽ നമ്മൾ വടി കൊണ്ട് ഒരു പേടിപ്പിക്കണമല്ലത് അങ്ങനെ, പക്ഷേ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ഭാവം, നിങ്ങൾ കൊടുക്കുന്ന പവർ, ഇതെല്ലാം ഇംപ്രിന്റ് ചെയ്യുന്നത് ഹൃദയത്തിലാന്ന് പറയാം. പണ്ട് ഇത് വർക്കാവും. ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിൻ്റെതായ ശിക്ഷാരീതികൾ ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് തല്ലിയാൽ അവരുടെ ഉള്ളിൽ അത് റെബലായിട്ട് വരാനാണ് സാധ്യത. ഇന്ന് വടിയേക്കാളും വർക്കൗട്ട് ആവുന്ന സ്നേഹമാണെന്നാണ് പറയുന്നത്. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കണക്കൊക്കെ പഠിച്ചത് മലയാളത്തിലാണ്. ഫോർ എക്സാമ്പിൾ 1/2 മുകൾ ഭാഗം അംശം, താഴത്തെ ഭാഗം ഛേദം, LCM ലസാഗു, HCF ഉസാഗ. മറ്റേ ബാഹുബലിയുടെ കാലകേന്റെ ഭാഷയാണ്. പിന്നെ ഈ ഗുണനപ്പട്ടിക നിങ്ങൾ പഠിച്ചെങ്ങനെയാ? മൾട്ടിപ്ലിക്കേഷൻ. ഞങ്ങൾക്കത് ഗുണനപ്പട്ടികയായിരുന്നു. ഞാനത് പഠിച്ചത് 2 2 ഈ 2 4 പാടും. ഓക്കെ, നമ്മൾ പഠിച്ച 4 2 8 6 2 12 ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നോടൊക്കെ 3 4 സാർ, ഐ ആം ഫൈൻ, താങ്ക് യു. നമ്മൾ അങ്ങനെയൊക്കെ പഠിച്ചു, നമുക്ക് അറിഞ്ഞൂടെ ഈ പരിപാടിയൊന്നും. അങ്ങനെ ഞാൻ കണക്ക് പേടിച്ച് 10ാം ക്ലാസ്സിൽ ഇപ്പോൾ അധ്യാപകരുടെ മക്കൾ സയൻസ് എടുക്കണം എന്നൊരു നിയമമൊക്കെ ഉണ്ടെന്ന് എൻ്റെ അപ്പനമ്മയോട് ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുള്ള കാലിബറില്ല, കണക്കുമില്ല. ഞാൻ ചെയ്തു. കൊമേഴ്സിന് വലിയ മാത്സ് ഉണ്ടായില്ല. പിന്നെ MBA ജോയിൻ ചെയ്തു.
ഞാൻ ചെന്നപ്പോൾ MBAക്ക് എഞ്ചിനീയറിംഗ് ലെവലിലുള്ള മാത്സ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് ഇന്റേണൽ തോറ്റത്. ഇന്റേണൽ തോറ്റ് അന്ന് MBA ഞാൻ പഠിച്ചത് 6.5 ഓൾമോസ്റ്റ് 7 lakh rupees ലോൺ എടുത്തിട്ടാണ്. എൻ്റെ അപ്പച്ചൻ പാവം 7 ലക്ഷം ലോൺ എടുത്തു. പക്ഷെ പുള്ളി ആ ലോൺ എടുത്തത് എൻ്റെ പേരിലായിരുന്നു. അപ്പം ഞാനിത് അടച്ചു വിടേണ്ട ബാധ്യത എനിക്കിട്ട്. അപ്പം ഈ 7 ലക്ഷം എങ്ങനെ അടയ്ക്കും? ടെൻഷൻ. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാരി അപ്പൻ്റെ അടുത്തെന്ന് പറയുന്നു. അപ്പൻ ചെയ്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അപ്പനോട് ചേർന്ന് നീ എന്തേ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല. അപ്പം എനിക്ക് മലയാളം മീഡിയം ആയിരുന്നു. എനിക്ക് ഈ കണക്കൊന്നും തല കയറില്ല. നീ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചില്ലേ? കുറേയൊക്കെ നോക്കി. പിന്നെ ഞാൻ ഉഴപ്പി. എനിക്ക് വയ്യാണ്ട. എനിക്കിതൊന്നും തല കയറില്ല. ഞാൻ ഒരു പൊട്ടറാന്ന് തോന്നുന്നു. അപ്പം പണ്ട് പറയാറില്ലേ. അപ്പൻ എന്നെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോന്നു. കറുകുറ്റിയിൽ റൺസ് എന്നൊരു ഹോട്ടലുണ്ട്. ഇരിക്കാൻ പറയുന്നു. അപ്പൻ കടയുള്ള ആളോട് ചേട്ടാ 2 ചായ, ഒരെണ്ണം വിത്തോട്ട്, ഒരു മസാല ദോശ ഇവിടെ. ഇന്റേണൽ തോറ്റ് അപ്പനമ്മയ്ക്കും നാണക്കേടുണ്ടാക്കി വീട്ടിൽ വന്ന 7 ലക്ഷം ലോൺ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് തോറ്റുപോയ മകന് അവൻ്റെ അപ്പൻ മസാല ദോശ വാങ്ങിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു അപ്പ എനിക്ക് ഡിസ്റ്റിങ്ഷൻ അല്ല കിട്ടിയത്, തോക്കാണ് ചെയ്തത്. അപ്പം പറഞ്ഞു സാറില്ല, എനിക്ക് മനസ്സിലാവും. കാരണം നീ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ എനിക്കറിയാം. നിനക്ക് കണക്ക് പേടിയാണെന്ന് എനിക്കറിയാലോ. MBAക്ക് ഇത്രയും വലിയ മാത്സ് വരുമോ നമ്മൾ കരുതിയോടാ. അപ്പോൾ പറഞ്ഞു സാറില്ല, നിനക്ക് ലോൺ ഓർത്ത് നീ പേടിക്കണ്ട. അപ്പനും അമ്മയ്ക്കും പെൻഷൻ കാശുണ്ട്, അതെങ്ങനെയും അടച്ചോളാം. നിനക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കണോ, കോളേജ് മാറണോ, കോഴ്സ് മാറണോ? ഞാൻ പറയുന്നത് സ്വന്തം മക്കളുടെ തല താഴാൻ ഒരിക്കലും ഒരപ്പനമ്മ അനുവദിക്കരുത്. അവരെ ചേർത്ത് പിടിച്ച് അവരെ കൂടി ഇരിക്കാനേ നിവർത്തിയുള്ളൂ. അന്ന് എൻ്റെ ഫാദർ എൻ്റെ തല താഴാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ അവിടെ നിന്ന് പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായിട്ട് പുറത്ത് കിടന്ന ഒരാളാണ്. എനിക്ക് MBAക്ക് ആ കോളേജിൽ നിന്ന് ആദ്യം ജോലി കിട്ടിയത് എനിക്കാ. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സക്സസിൻ്റെ കാരണമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഫാദർ തല താഴാൻ അനുവദിച്ചില്ലെന്നുള്ളതാണ്. അപ്പം എനിക്ക് ഈ സെഷൻ്റെ ആദ്യത്തെ 1/2 മണിക്കൂർ മാതാപിതാക്കളോടും അടുത്ത ഭാഗമാണ് എനിക്ക് നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. ഡിയർ ലവിങ് പാരൻസ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അഹങ്കാരമായിട്ടാണോ തോന്നുന്നത് അതോ പൊട്ടത്തരമായിട്ടാണോ തോന്നുന്നത്? നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ് കണ്ണും കൂട്ടി വിശ്വസിക്കാനും ഞാൻ പറയണില്ല. ഒന്നാമത് എത്തുന്നതാണ് എല്ലാവരും പറയുന്നത്. അയാളിങ്ങനെ വാമപ്പ് ചെയ്യുന്ന, അയാൾ ഫോക്കസ് ചെയ്ത് വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഓടുന്നു. ഓടി ഇങ്ങനെ അയാൾ മുമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പെട്ടെന്ന് അയാളിങ്ങനെ തൊങ്ങി അയാൾ നിലത്ത് വീഴുന്നു. അപ്പം അയാളുടെ കാലിൽ മസിൽ കയറിയിട്ട് അയാൾക്ക് ഓടാൻ പറ്റുന്നില്ല. 4 വർഷം അധ്വാനമാണ്. അയാൾ അവസാനം സങ്കടം കൊണ്ട് അയാൾ എങ്ങനെ ഓടണേ, ബാക്കി എല്ലാവരും ഓടിപ്പോയി. ഈ മനുഷ്യൻ സങ്കടം സഹിക്കാൻ വയ്യാതെ തൊങ്ങി പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ക്രൗഡ് മുഴുവൻ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നു. എല്ലാവരും അവരുടെ ഓട്ടം പൂർത്തിയാക്കി. പെട്ടെന്ന് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഓടി വരുന്നു. ഇപ്പം സെക്യൂരിറ്റി അയാളെ തടയുന്നു. അയാൾ സെക്യൂരിറ്റിയെ തള്ളി മാറ്റി ഈ പയ്യൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കൈ എടുത്തിട്ട് തോളത്തങ്ങനെ ഇടുന്നു. എന്നിട്ട് വാ നമുക്ക് ഒരുമിച്ച് ഇത് ഫിനിഷ് ചെയ്യാന്ന് പറയുന്നു. ഈ മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് ഈ പയ്യൻ തൊങ്ങി ഫിനിഷ് ലൈൻ എത്തിയപ്പോൾ ഇയാൾ കൈ മാറ്റിയിട്ട് നീ തന്നെ ഫിനിഷ് ചെയ്യുന്നു പറയുന്നു. അങ്ങനെ ഫിനിഷ് ചെയ്തപ്പോൾ ഈ ക്രൗഡ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഗോൾഡ് മെഡൽ കിട്ടിയ ആളെക്കാളും കൂടുതൽ കൈ കിട്ടിയത് ആ പയ്യനാണ്. എല്ലാവരും ചോദിച്ചത് ഒരു ചോദ്യമാണ്, ആ വന്ന മനുഷ്യനാരാണ്? ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് സെക്യൂരിറ്റീസിനെ തള്ളി മാറ്റി ആ പയ്യന്റെ കൈയെടുത്ത് തോളത്തിട്ടത് അവൻ്റെ അപ്പനാണ്. ദാറ്റ് വാസ് ഹിസ് ഫാദർ. എനിക്ക് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു നാണക്കേടുമായിട്ട് ഇടറി വീണ് തൊങ്ങി ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വേദനയുമായിട്ട് വരുമ്പോൾ അവളെ പിന്നെയും തല്ലണോ, പിന്നെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കണോ, അതോ അവളുടെ കൈയെടുത്ത് ഇങ്ങനെ തോളത്തിട്ടിട്ട് വാ നമുക്കിത് ഒരുമിച്ച് ഫിനിഷ് ചെയ്യാന്ന് പറയണം? ഇറ്റ്സ് പോസിബിൾ. ഇത് വെറുതെ പറയുന്നതാണ്. ഇത് ഒരുപാട് പാരൻസ് ചെയ്യുന്നുണ്ട് പുറത്ത്. ഒരുപാട് പേര് നിങ്ങളുടെ ഇടറി പരീക്ഷയ്ക്ക് ഇപ്പൊ ആ കുട്ടി ഫിസിക്സിന് തോറ്റു എന്ന് പറയുന്നു. എത്ര പേര് തോറ്റു? ഞാൻ തോറ്റ മനുഷ്യനാണ്. തല്ല് കിട്ടിയത് പരീക്ഷയ്ക്ക് തോറ്റതിനാണ്. അതുപോലെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാ മാതാപിതാക്കളും പറയാനുള്ളത്, ഇടറി വീഴുന്ന മക്കളെ കൈയെടുത്ത് ഇങ്ങനെ എടുത്ത് ഇപ്പുറത്തിടാൻ ആണ് നമ്മുടെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം. ഈ ജന്മത്തിന്റെ ഉദ്ദേശം അല്ലാണ്ട് അവരെ തല്ലിപ്പഠിപ്പിച്ച് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആക്കാനോ
ഏറ്റവും നല്ല ജോലിക്കാരനാക്കാനല്ല, അവരെ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അച്ഛനും അമ്മയാവാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാപിതാക്കളോടുള്ള എൻ്റെ സംസാരം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം, രസമായിരിക്കും ചിലപ്പോൾ. നിങ്ങൾക്ക് ഒരു മറ്റേ കുപ്പിയിൽ നിന്ന് ഭൂതം വരുന്നു, നിങ്ങളോട് ചോദിക്കുന്നു 2 ഓപ്ഷൻ. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് വേണോ, 25 lakh rupees ഓട് വെച്ചാൽ പൈസയോടെ ആർത്തി. എന്നാ ഓക്കെ, 1 മില്യൺ ഫോളോവേഴ്സ് 5 lakh, 50,000 രൂപ 1 മില്യൺ ഫോളോവേഴ്സ്. അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണ്. ഞാൻ ഒരു വർഷം ഒരു മാസം യു എസിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഓഫീഷ്യലി പോയിട്ടുണ്ട്. എനിക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയതാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്നൊരു സെലക്ഷൻ കിട്ടി. 1 month ഈ സോഷ്യൽ മീഡിയ അക്രോസ് ദ വേൾഡ് എങ്ങനെ കൺസ്യൂം ചെയ്യപ്പെടുന്നു എന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും. ഒരു അപ്പനും അമ്മയും സ്വന്തം മക്കളോട് അപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ എന്ന് പറയുമായിരിക്കും, പക്ഷെ അത്ര ഗതികെട്ടാലേ പറയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഇവിടെ സേഫ് ആണെന്ന് തോന്നിപ്പിക്കും നിങ്ങളുടെ മുമ്പിൽ. യു നെവർ നോ. ഞാൻ ജനിച്ചു വീണപ്പോൾ ആക്ച്വലി എൻ്റെ വീട് ഒരു തൊഴുത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ചേട്ടന്മാർ അപ്പനമ്മ ജോലി ആയിട്ടുണ്ടായില്ല. ഒരു തൊഴുത്ത് പോലെ സ്ഥലം ആരോ കൊടുത്തു, അവിടെ ഒരു ഇത് വെച്ച് കെട്ടി അപ്പനമ്മ എവിടെയാണ് താമസിച്ചത്. ഞാൻ ജനിച്ചു വീണപ്പോഴേക്കും അപ്പനമ്മ അധ്യാപകരായി, എനിക്ക് തിരക്കേട്ടില്ലാത്ത വീട് കിട്ടി. ഞാൻ ടൂറിന് പോകുമ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് 100 രൂപ വന്ന് തരും, എന്നിട്ട് പറയും ചെലവാക്കാനല്ല പിടിക്കാനാണ്. CD മൂസയിൽ ദിലീപ് വെച്ചാണ് പിടിവെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സാർ തോക്ക്? പിടിക്കാൻ പറഞ്ഞാൽ എനിക്കിട്ട് വഴിയിട്ട് പോയാൽ ഓട്ടോറിക്ഷ പിടിക്കാനോ ബസ് കയറാനോ. ഈ 100 രൂപ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് കൂട്ടുകാർ ഐസ്ക്രീം കഴിക്കണ കാണുമ്പോൾ തോക്ക് വാങ്ങിക്കണം, അത് ചുരുട്ടി പോക്കറ്റിലിട്ടിട്ട് അതുപോലെ തിരിച്ചപ്പനും കൊണ്ട് കൊടുക്കും. കാരണം എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ നുറുക്കി നുള്ളു ശേഖരിച്ചുണ്ടാക്കുന്നതാണെന്ന് എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. അത് കാണണം നമ്മൾ, അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ കണ്ട എനിക്കിപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ വന്ന് എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കും. അമ്മ പിടിച്ചോ, എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ. നമ്മൾ അധ്വാനിച്ച് കിട്ടിയിട്ട് അവരെ ഇനി അപ്പൻ പണിക്ക് പോകണ്ട, അപ്പനിരുന്നേ എന്ന് പറയുന്നതിന് അതൊക്കെ ഓർത്ത് അഭിമാനം ഉണ്ടാവും. നിങ്ങൾ ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്നവരോട് മാത്രമേ പറയുന്നത്, ഇത്രയും പേരോട് മാത്രം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ പോലെ ആവരുത്. നിങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. യു ഷുഡ് ബി ഡിഫറെൻറ്റ്. ഓരോരോ ആവശ്യം ഇങ്ങനെ പറഞ്ഞ് പാരൻസിനെ ടോർച്ചർ ചെയ്യുന്നു. രണ്ടാമത് എനിക്ക് നിങ്ങൾ എല്ലാ മക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ടാർഗറ്റ്, എൻ്റെ ആഗ്രഹമാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ അത് അച്ചീവ് ചെയ്യും. ഭാവിയിൽ ഇത്ര കോടി സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാറ് വാങ്ങിച്ച് ബാപ്പച്ചനും അമ്മച്ചിനെ അതിനകത്ത് കയറ്റി ഇരുത്തണം അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങളെ ഓർത്ത് അവർക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ക്യാൻ യു ഗീവ് ദം എ ഗൂസ് ബംപ് മൊമെന്റ്? ഞാൻ എൻ്റെ ലൈഫിൽ നടന്നു പറയാം. ഞാൻ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഇതിനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഞാനൊരു ബുക്ക് എഴുതി, ബറീഡ് തോട്ട്സ് എന്നാണ് ബുക്കിൻ്റെ പേര്. അത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയ്ക്ക് പ്രിന്റ് ചെയ്തിറക്കിയ പുസ്തകമാണ്. ആ സമയത്ത് എൻ്റെ ഒരു വീഡിയോ വൈറലാവുകയും പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെടുകയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് ഇങ്ങനെ കയറുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ബുക്ക് വാങ്ങിയതോടെ ഈ ബുക്ക് ബെസ്റ്റ് സെല്ലർ ആവുന്നതോടെ അങ്ങനെ DC ബുക്സ് എന്ന് പറഞ്ഞ വലിയൊരു പബ്ലിഷർ എൻ്റെ ബുക്ക് എടുത്തു. അവരിനി പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ലോഞ്ച് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ്, ഷാർജയിൽ വെച്ചിട്ടാണ്. ഇപ്പം ഞാൻ പോകുന്നുണ്ട്, എൻ്റെ ചേട്ടൻ ദുബായിലായിരുന്നു, ഷാർജ ദുബായ് അടുത്താണ്. അപ്പം ഞാൻ അപ്പനെയും കൂട്ടിപ്പോയി, ചേട്ടനെയും കാണാമല്ലോ എന്ന് കരുതി. നമ്മൾ വിചാരിച്ചത് എൻ്റെ ബുക്കിൻ്റെ കോപ്പി ഒരു സെലിബ്രിറ്റിക്ക് കൊടുത്ത് ലോഞ്ച് ചെയ്യാമെന്നാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മൊമെൻറ്റിൽ എന്തോ കൺസേൺ കാരണം ഈ സെലിബ്രിറ്റിക്ക് വരാൻ പറ്റില്ല. ഞാനിനി എൻ്റെ ബുക്ക് ഒരു സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന എൻ്റെ ഒരു വലിയ ബിഗ് സെലിബ്രിറ്റി. ഇപ്പം എന്നോട് ജോസഫ് ഒരു പ്രശ്നമുണ്ട്, പുള്ളി വന്നിട്ടില്ല, എന്ത് ചെയ്യും, നമുക്ക് 1 മണിക്കൂറേ ഹോളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ അറിയുമ്പോൾ അപ്പൻ അവിടെ ഇരിക്കാം. ഞാൻ പറഞ്ഞു, ക്യാൻ ഐ ഗിവ് ഇറ്റ് ടു മൈ ഫാദർ? ഞാൻ ഫാദറിനെ കൊടുത്ത് ലോഞ്ച് ചെയ്യട്ടെ? പറഞ്ഞു, അത് ഓക്കെയാണ്, നമുക്ക് വലിയ പബ്ലിസിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും,
കുഴപ്പമില്ല, കിട്ടുന്ന പബ്ലിസിറ്റി മതി, ഞാൻ എൻ്റെ അപ്പന് കൊടുത്തോളാം. കാരണം എനിക്ക് പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ എൻ്റെ തല താഴാണ്ട് നോക്കിയ മനുഷ്യനാണ്. അപ്പനൊന്നും അപ്പൻ ഇങ്ങനെ ഇരിക്കുക. കാരണം അപ്പം ഒരു സെക്കൻഡ് കുറച്ച് കഴിയുമ്പോൾ ബുക്ക് ലോഞ്ചാണ്, അവർ വിളിക്കും. അപ്പം ഞാനൊന്നും ഇല്ലാതെ പറയരുത്, സ്റ്റേജിലേക്ക് വന്നിട്ട് എൻ്റെ ബുക്ക് വാങ്ങണം. അപ്പം മറ്റേ സെലിബ്രിറ്റി എന്തേ പുള്ളി വന്നില്ല, അതെന്താ അങ്ങനെ സംഭവിച്ചേ? അപ്പം അത് വിട്, വിളിക്കും. അപ്പം നിന്റെ ബുക്ക് ഞാൻ വാങ്ങിച്ചാൽ ആര് കാണാനാ? അപ്പൊ വാങ്ങിക്ക്, കൂടുതൽ മിണ്ടല്ലേ, ഇവിടെ ആള് കൂടിയാണ്. ആങ്കർ വിളിക്കുന്നത്, നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോസഫ് അന്നംകുടിയുടെ ബുക്ക് വാങ്ങിക്കുന്നത്, ഹിസ് ഓൺ ഫാദർ എന്ന് പറഞ്ഞിട്ട് അപ്പനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഞാൻ അപ്പനെ ബുക്ക് കൊടുക്കുന്നു. അപ്പനെനിക്ക് ഷേക്ക് ഹാൻഡ് എടുത്തു, കൺഗ്രാജുലേഷൻസ്, താങ്ക് യു ഫാദർ. ബുക്ക് ലോഞ്ച് ചെയ്യുന്നു. അവിടെ വന്നിട്ട് എൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നു, അപ്പൻ്റെ ഒപ്പം ആളുകൾ സെൽഫി എടുക്കുന്നു. എൻ്റെ ചേട്ടൻ ഈ പരിപാടി മുഴുവൻ ഇങ്ങനെ വീഡിയോയിൽ എടുക്കുന്നു. ചേട്ടൻ്റെ പിള്ളേർ അന്നേ ആബേരെ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഇതെല്ലാം ഞാൻ ചേട്ടൻ്റെ വണ്ടിയിൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകണത് അപ്പം പുറകിൽ നിന്നിട്ട്, എടാ നീ ഇങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ആളിൽ എൻ്റെ അടുത്ത് സെൽഫി എടുക്കുന്നേ. അപ്പം ഞാനിങ്ങനെ മോനെ ആസ് എ ഫാദർ, എൻ്റെ അപ്പൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്. മോനെ ആസ് എ ഫാദർ, ദിസ് ഈസ് മൈ പ്രൗഡസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ്. ആസ് എ ഫാദർ, ദിസ് ഈസ് മൈ പ്രൗഡസ്റ്റ് മൊമെന്റ് ഇൻ ലൈഫ് എന്ന് വരച്ചിരിക്കുന്നത്. സ്വന്തം അപ്പൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ക്രിഞ്ചടിക്കും ഇങ്ങനെ. കാരണം ഇങ്ങനെയൊന്നും നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളൂ. എൻ്റെ അപ്പൻ ഉള്ളിൽ തട്ടി പറഞ്ഞാണത്. ഇവിടെ ഒരു അപ്പൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ നിമിഷം ഇതാണ്. ഞാൻ പറഞ്ഞ ഗൂസ് ബം മൊമെന്റ്. നിങ്ങളുടെ പാരൻസിന് എന്നെങ്കിലും ഉമ്മയോ ബാപ്പയോ ഉള്ളിൽ തട്ടി പറഞ്ഞ മോളെ പ്രൗഡ് ഓഫ് യു എന്ന് പറയിപ്പിക്കാൻ ഈ ചിരികളുടെയും ബഹളങ്ങളുടെ ഇടയിൽ നിങ്ങൾ എൻജോയ് ചെയ്യണം, റീലുകൾ ഉണ്ടാക്കണം, എല്ലാ പുതിയ റീലും ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ സൈഡിൽ ഉള്ളിൽ ഈ ചിലപ്പോൾ നമ്മൾ തിരി കത്തിക്കുമ്പോൾ കെടാണ്ട് ഇങ്ങനെ വട്ടം പിടിക്കില്ലേ, അങ്ങനെ വട്ടം പിടിക്കേണ്ട കാര്യമാണ് ചേട്ടൻ പറഞ്ഞു തരുന്നത്. അച്ഛനമ്മ നിങ്ങളോർത്ത് എന്നെങ്കിലും ഹൃദയം നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് പറയണം, താങ്ക് യു, താങ്ക് യു സൺ, താങ്ക് യു ഡോട്ടർ, നിന്റെ ഉമ്മയായതിൽ ഞാനിന്ന് അഭിമാനിക്കുന്നു എന്ന് പറയുന്നൊരു മൊമെന്റ് അവരിവിടുന്ന് കടന്നു പോണേക്കാളും മുമ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് കിടിലമായിരിക്കും. അത് ഡെയിലി കാണുന്ന ഒരാളാണ് ഞാൻ, ഡെയിലി. ഇപ്പം ഞാൻ വിജയ് സുബ്രം പൗർണമി എന്നൊരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അഭിനയിക്കാനായിട്ട്. ആസിഫ് സുഹൃത്താണ്, ജിസേട്ടൻ ഡയറക്ടർ സുഹൃത്താണ്. അപ്പോൾ ഫുൾ ടൈം ആസിഫിൻ്റെ പങ്കെടുത്ത് നടന്നാൽ മതി. എന്നെ ചില സ്ഥലങ്ങളൊക്കെ എന്നെ വെൽക്കം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കൊണ്ട് നമ്മൾ ത്രസിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോൾ. പക്ഷെ ആ പടം കണ്ട് ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പൻ കൂടി ഇരിക്കുന്നു, എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ അപ്പന് ഭയങ്കര സന്തോഷമാണ്. ചുമ്മാ സന്തോഷിക്കിട്ടുന്നവർ കുറെ കഷ്ടപ്പെട്ടാന്നേ. ഞാൻ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു, ജീപ്പ് കോമ്പസ് ആണ് എടുത്ത വണ്ടി. അപ്പം അതിന് നമ്പർ എനിക്ക് വിചാരിച്ചാൽ ഒരു 5 ദിവസം കൊണ്ട് എനിക്ക് റിക്വസ്റ്റ് അയച്ചാൽ പുതിയ നമ്പർ കിട്ടും, ഇപ്പോഴത്തെ പുതിയ പോളിസിക്ക് അനുസരിച്ചിട്ട്. പക്ഷെ എൻ്റെ അപ്പൻ്റെ ആഗ്രഹം അത് പുതിയ വണ്ടിയാണ്, കുറച്ചാളുകൾ കാണട്ടെ. പുള്ളി നമ്പർ വാങ്ങിയ സമയം 6 മാസം വരെ നമുക്കത് ഉപയോഗിക്കാം, ടെമ്പററി നമ്പർ. അപ്പ എന്തിനാ കുറച്ച് ദിവസം ആണെന്ന് കണ്ടു. സാധു മനുഷ്യനാണ്, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എന്നാ ഓക്കെ അപ്പാ, 1 മാസം ഞാൻ നമ്പർ മാറ്റുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ ചെന്ന് കഴിയുമ്പോൾ പുള്ളി ചോദിക്കും, പുള്ളി ഒരു പ്രാസംഗികനാണ്, പബ്ലിക് സ്പീക്കറായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ ജീൻ വഴി കിട്ടിയതാണ് ഈ കാണുന്നതെല്ലാം. അപ്പനോട് എടാ എങ്ങനെ നീ തുടങ്ങിയത് എങ്ങനെയാണ്? അപ്പം ഞാനിങ്ങനെ മാതാപിതാക്കളോട് അവർക്കുള്ളതാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് തമാശ പറഞ്ഞു ഇന്ത്യയിലൊക്കെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ക്രൗഡിൽ ചിരിക്കണം ഇടയ്ക്ക്. ഇപ്പോഴും ചെയ്യുന്നേ നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നീ എന്തേ ബസ്സിൽ കേട്ടിട്ട് മെസ്സേജ് ഇടാനേ, നീ എന്ത് വിളിക്കാനേ, ആ കിടക്ക് വഴി നിനക്കൊന്ന് മടക്കി വെച്ചുകൂടെ? ചായ കുടിച്ച ഗ്ലാസ് ആ റൂമിൽ നിന്ന് സിങ്കിലേക്ക് വരെ കൊണ്ടിടാൻ ഇനി ഓട്ടോറിക്ഷ വിടണോ? ഇപ്പം നിങ്ങൾ മറ്റേ എന്തിനും വരുന്നോ 5 ഗ്ലാസ്സായിട്ട് റൂമിൽ നിന്ന് വരില്ല ഇങ്ങനെ അമ്മയെ ഒരാഴ്ചയായി കുടിച്ച ഗ്ലാസ്സുകൾ അല്ലേ? എൻ്റെ അമ്മ പറയും, ആ തുറന്ന വാതിലൊന്നും ഇങ്ങനെ അടച്ച എന്താ കുഴപ്പം? ആ പത്രം വായിച്ച് മാറ്റി 2 തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. നിങ്ങളുടെ ഉമ്മയും പാപ്പയും നിങ്ങളിങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ പിന്നാലെ നടന്ന് ഇന്ന് ഞാൻ കുറേ ഉപദേശിച്ച് വിട്ടുകൊണ്ട് അവർ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നായേക്കാം. അല്ലെങ്കിൽ അവരിങ്ങനെ 2 തരത്തിൽ കാണാം. ഒന്ന്, ഇവരെന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കണം ഇങ്ങനെ? എൻ്റെ അമ്മ, എനിക്ക് ഇത്ര വയസ്സായി, എൻ്റെ കൂട്ടുകാരികളോടൊന്നും ആരും ഇങ്ങനെ ചോദിക്കണില്ല, എന്നെ വെറുതെ വിട്,
എന്തിനെന്റെ എല്ലാ കാര്യത്തിലും ഇടപെടണേ? നോ. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച് ചിലപ്പോൾ പുറത്തു പോയി പഠിക്കുമായിരിക്കും, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോവുമായിരിക്കും. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ചിലപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഹോസ്റ്റലിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു വിളി വരും, ആ എടി ഭക്ഷണം കഴിച്ചോ നീ? ആ കഴിച്ചമ്മേ. നിങ്ങൾക്ക് പനിയായിട്ടുള്ള മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിക്കാൻ മറക്കല്ലോ കേട്ടോ. ആ കഴിക്കാമേ. ചിലപ്പോൾ നമ്മൾ ജോലിക്കാരനാവും, ജോലിക്കാരായിട്ട് നമ്മൾ ആമ്പിളേരോട് നമ്മളീ വണ്ടി വിളിച്ചോണ്ടരുത്, എടാ നീ ഇലക്ട്രിസിറ്റി ബില്ലോട് ചേരുന്നോ? അടയ്ക്കാപ്പാ, ഞാൻ അടയ്ക്കാം, ഇങ്ങനെ പിന്നാലെ ഞാൻ അടച്ചോളാം. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും, ചൂടാവും, അവിടെ മറ്റേ പേയ്മെന്റ് ഒന്നും ഇട്ടേക്കണം നീ അയാൾക്ക് ഇടാപ്പോ. രണ്ടു തരത്തിൽ ചിന്തിക്കുക. ഒന്ന്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കായി വേറെ സ്ഥലത്തായിരിക്കുമ്പോൾ മോളെ നീ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാൻ അങ്ങനെ ഒരു ഉമ്മ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് മാത്രം ആലോചിച്ചാൽ മതി. മേ ബി ആഫ്റ്റർ 10 years or മേ ബി ആഫ്റ്റർ 25 years എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ഓടി വന്ന് പറയാണ്, ചേട്ടാ പണ്ട് തിരൂർ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ സെഷനിൽ ഞാൻ ഇരുന്നിരുന്നു, അത് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സെലിബ്രേറ്റ് യുവർ പാരൻസ് എന്ന്. ചേട്ടാ അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുള്ള റിലേഷൻ കുറച്ചുകൂടി ബെറ്ററാണ്, ഞാനും എൻ്റെ പാപ്പയും തമ്മിലുള്ള റിലേഷൻ കുറച്ചുകൂടി, എനിക്കത് മാത്രം മതി. ഈ എലൈറ്റ് ലേണേഴ്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. എലൈറ്റ് ലേണേഴ്സ് +1 +2 സയൻസ് കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. എലൈറ്റ് ലേണേഴ്സ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഇൻ്റഗ്രേറ്റഡ് ബാച്ചും അതേപോലെ എൻട്രൻസ് ഓറിയൻറ്റഡ് ട്യൂഷൻ ബാച്ചുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. ഇന്ന് നടക്കാൻ പോണ കാര്യത്തെക്കുറിച്ചൊരു റഫായിട്ട് പറയാണ്. നമ്മളിവിടെ പങ്കെടുത്ത കുട്ടികളുടെ മൊത്തം റാങ്ക് ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ചടങ്ങിനെ കുറിച്ച് ഏകദേശ ധാരണ പറയാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയ കുട്ടികൾക്കുള്ള ക്യാഷ് പ്രൈസ് ആണ് ആദ്യം വിതരണം ചെയ്യുക. അത് കഴിഞ്ഞ് 1 മുതൽ 10 വരെ റാങ്ക് വരുന്ന കുട്ടികൾക്ക് എലൈറ്റിൽ പഠിക്കാൻ വേണ്ട 100% സ്കോളർഷിപ്പ് ഉണ്ട്, അത് ഇവിടെ വെച്ച് വിതരണം ചെയ്യും. അതുപോലെ 11 മുതൽ 50 വരെ റാങ്ക് വരുന്ന കുട്ടികൾക്കുള്ള എലൈറ്റിൽ പഠിക്കാൻ വേണ്ട 75% സ്കോളർഷിപ്പും നമ്മൾ വിതരണം ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ 51 റാങ്ക് മുതലുള്ള കുട്ടികളുണ്ടല്ലോ, അവരുടെ സ്കോളർഷിപ്പ് കാർഡ് വിതരണമാണ് പിന്നെ നടക്കുക. അതെങ്ങനെ നടന്നു നമ്മളെല്ലാവരും പിരിയുന്നൊരു സെഷനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ദേവദാർ സ്കൂളിലെ ഒരു കുട്ടിയാണ് 3rd പ്രൈസ് നേടിയിട്ടുള്ളത്. ജിയ രാജീവ് എന്ന കുട്ടിക്കാണ് 3rd പ്രൈസ് നേടിയിട്ടുള്ളത്, 3rd പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ജിയ രാജീവിന് സ്കോളർഷിപ്പ് കാർഡും ക്യാഷ് പ്രൈസും നൽകിയിട്ടുണ്ട്. 2nd പ്രൈസ് നൽകാനായി എലൈറ്റ് ലേണേഴ്സ് CEO ഷുഹൈബ് മുളിയത്തിൽ സാറിനെ ഹാർദ്രം സ്വാഗതം ചെയ്യാണ്. 2nd പ്രൈസ് നേടിയിട്ടുള്ളത് BYK സ്കൂൾ, ബാഫക്കി യത്തീംഖാന സ്കൂളിലെ കുട്ടിയാണ് വഫാട്ടി ചേർലാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള കുട്ടിക്ക് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് കാർഡും നൽകുന്നതിനായിട്ട് എലൈറ്റ് ലേണേഴ്സ് ഡയറക്ടർ സലാം പി ലിനി സാറിനെയും എലൈറ്റ് ലേണേഴ്സ് CEO ഷുഹൈബ് സാറിനെയും ഹാദ്രവും സ്വാഗതം ചെയ്യാണ്. ചേർലാലിലെ ആ മിടുക്കിയായ കുട്ടിയുടെ പേര് നഷ്വ മെഹറിൻ VK.